എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴവും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിൻ്റെ ബാറ്ററാണ്, അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ബേക്കിംഗ് സോഡ, കളറിന് ആവശ്യത്തിന് ഒരു അല്പം മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കുന്ന മാതിരി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പഴം ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോകണേ. അധികം പഴുത്ത് പോവാതെ പഴം നോക്കണം. അപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഞാനതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുന്ന സമയത്ത് അല്പം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞത്, ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കരിവേപ്പില കട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കോഴിമുട്ട ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളൊരു മുട്ടപ്പൊടി മാസം ഉണ്ടാക്കുന്ന മാതിരിയാണ്. ഇതിൽ കുരുമുളകൊന്നും ചേർക്കരുത്. മുളക് പൊടി നല്ല എരിവ് വേണം. അപ്പോഴാണ് ആ പഴവും മുട്ടയും ചേർന്ന് നല്ലൊരു മിക്സ്ഡ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പഴം ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പഴമൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ അത് ഓരോ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ പഴംപൊരിയും ഇറച്ചിക്കറിയൊക്കെ കഴിക്കുന്ന ഒരു സീസണൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിൽ അല്പം എണ്ണ തടവിട്ട് നമ്മളത് ഒരു ബോൾസ് ആക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പഴവും ഒരു കോഴിമുട്ടയായിട്ട് ഒരു 5 ബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പത്തിൻ്റെ ബാറ്ററും ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ ഇതുപോലെ ബോണ്ട പൊരിക്കുന്ന മാതിരി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയും. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് കളറൊക്കെ ആയി വന്നിട്ട്. അപ്പോൾ നമ്മൾ അടിപൊളി പഴം എഗ്ഗ് ബോണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കി 2 കൂടെ നമ്മൾക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ നമ്മളിവിടെ പൊരിച്ചെടുത്തു. ഇപ്പോൾ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.